ഹലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്ര നിറം കുറഞ്ഞവർക്കും അവരെ ഉള്ള നിറത്തിനേക്കാളും 2 ഷെയ്ഡെങ്കിലും നിറം കൂട്ടിയെടുക്കാൻ പറ്റിയ നല്ലൊരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് നിറം കുറവുള്ളവർക്കെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതും ആയിരിക്കും. ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ അലോവേര ജെല്ല് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെടുത്ത് പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് ഇല്ലെങ്കിൽ വീട്ടിലുള്ളത് എടുക്കുക. പക്ഷേ അത് ഒരുപാട് കാലം നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ 2 ടീസ്പൂണോളം അലോവേര ജെല്ലിലേക്ക് ഞാൻ അരമുറി ചെറുനാരങ്ങ ഫുൾ എടുക്കുന്നില്ല കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നീര് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 10 ദിവസത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആൽമണ്ട് ഓയിലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂണോളം ഇട്ടെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊരു ചെറിയൊരു കട്ടിയായിട്ട് വരും. അപ്പോൾ കട്ടിയായിട്ട് വരുന്ന പറഞ്ഞാൽ നമ്മളൊരു ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീം പോലെ ഭയങ്കര കട്ടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഈ ലിക്വിഡെല്ലാം ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. 1 ടീസ്പൂണ് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിന് പറ്റുക. ഇനി നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ ഉണക്കി പൊടിച്ച, അതായത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. ഈ 2ൽ ഏതെങ്കിലും ഒരു മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് കറിയിൽ ഉപയോഗിക്കുന്ന പാക്കറ്റ് പൊടി യൂസ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് കുറച്ച് കാലം, അതായത് ഒരു 10 ദിവസമെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോർ ഇട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് അത് പെട്ടെന്ന് കിട്ടും. ഇനി ഇല്ല, അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും നമ്മുടെ അലോവേര ജെല്ല് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ അലോവേര ജെല്ല് ഇടുന്നതിനനുസരിച്ച് ഇത് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടൂ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മാറ്റി കൊടുക്കുന്ന ആ ഒരു പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ളതിൽ മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രം നമുക്കിത് ഒരുപാട് കാലം കേടാകാണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഒരു 3-4 ദിവസമെല്ലാം പുറത്ത് തന്നെ, ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് തന്നെ വെക്കാൻ പറ്റും. ഇനി ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഒരു 4 ദിവസമെല്ലാം നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. എല്ലാം നല്ല മടിയുള്ളവരാണെങ്കിൽ, ഫ്രിഡ്ജിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസത്തിനെല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഇതേപോലെ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കുക. ഇത് ദിവസം രാത്രി കിടക്കുമ്പോഴാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ എന്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് വെയിലൊന്നും നമ്മളെ മുഖത്തേക്ക് തട്ടാത്ത രീതിക്ക് നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. കാരണം മഞ്ഞൾ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതായത് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ നമ്മൾ കറുത്ത് പോകാനാണ് സാധ്യത. അപ്പോൾ ഒരിക്കലും മഞ്ഞളുള്ള ഏതൊരു പാക്ക് ആയിക്കോട്ടെ, ക്രീം ആയിക്കോട്ടെ, സെറായിക്കോട്ടെ, ലോഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ തേച്ചാലും നമ്മൾ പുറത്തിറങ്ങുന്നത് നല്ലതല്ല. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഉണ്ടാകുക. നമുക്ക് തേച്ച് അത് സ്കിൻ അങ്ങ് എബ്സോർബ് ചെയ്തോളും. പിറ്റേന്ന് രാവിലെ നിങ്ങൾ സാധാരണ പലരും തേക്കുമ്പോൾ മുഖം കഴുകുന്നത് പോലെ അങ്ങ് കഴിഞ്ഞാൽ മാത്രം മതി. പണ്ട് മുതലേ എല്ലാവരും ഈ കുറച്ച് കളർ കുറവുള്ള ആളെല്ലാം കല്യാണ സമയത്തെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കസ്തൂരി മഞ്ഞൾ പിന്നെ അരച്ച് മുഖത്ത് തേക്കാന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള രോമ വളർച്ച ഇല്ലാണ്ടാക്കാൻ, കറുത്ത പാട്, കരിവാളിപ്പ്, അതേപോലെ ഇതെല്ലാം കംപ്ലീറ്റ് മാറാൻ വേണ്ടി സഹായിക്കും. പിന്നെ മഞ്ഞൾ അലർജി ഉള്ള ചിലരുണ്ടാവും, അവരിത് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം ഈ അലർജി ഉള്ളത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പാക്കാണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് അലർജി ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതേപോലെ എടുത്ത് ചെയ്താൽ അലർജി ഉള്ളവർക്ക് അത് നെഗറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു ക്രീം അലർജി ഒന്നും ഇല്ലാത്തവർക്ക്, കുറച്ച് നിറം കുറവുള്ളവർക്ക്, കുറച്ച് അവരുള്ള നിളത്തിനേക്കാളും കുറച്ച് നിറം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും അവരെ കറുത്ത പാട്, കരുവാളിപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ടും അവരുടെ മുഖത്ത് രോമ വളർച്ച ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.